നമസ്കാരം. പ്രിയ PSC ഉദ്യോഗാർത്ഥികൾക്ക് PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024-2025 നടക്കുന്ന 10th പ്രിലിംസിന്റെ ഡേ 8 വർക്ക്ഔട്ട് ചലഞ്ചിലേക്ക് നമ്മൾ വിജയകരമായി കടക്കാണ് അല്ലെ. ഇന്ന് 8ാമത്തെ ദിവസമാണ്. താപപ്രേഷണം, ലീനതാപനം, വികിരണം, സംവഹനം, അതുപോലെ തന്നെ ചാലനം തുടങ്ങിയ ഒട്ടനവധി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2022, 2023, 2024 റിപ്പീറ്റ് ചെയ്തു വന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ക്ലാസ് ആദ്യ അവസാനം വരെ എല്ലാവരും കാണുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം എന്താണ്, അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ താപവും ഊഷ്മാവുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കുന്നത്, ഫാരൻഹീറ്റിനെ സെൽഷ്യസ് ആക്കുന്നത്, അതുപോലെ തന്നെ കെൽവിൻ സെൽഷ്യസിലോട്ടാക്കുന്നത്, സെൽഷ്യസിനെ കെൽവിനിലോട്ടാക്കുന്നത്, എന്താണ് സെൽഷ്യസ് അല്ലെങ്കിൽ എന്താണ് താപം, താപനില, അതിന്റെ SI യൂണിറ്റ് തുടങ്ങിയ ഉപകരണങ്ങളും ഉപയോഗങ്ങളും തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള താപപ്രേഷണം അല്ലെങ്കിൽ താപത്തെ എങ്ങനെ കടത്തിവിടുന്നു എന്നുള്ളവയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യം ഇതാണ്: ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം എന്താണ് സംഭവിക്കുന്നത്? ദ്രവണാങ്കത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ കുറയുന്നു, ഓപ്ഷൻ ബി കൂടുന്നു, ഓപ്ഷൻ സി മാറ്റം ഉണ്ടാകുന്നില്ല, ഓപ്ഷൻ ഡി കുറയുകയും ശേഷം കൂടുകയും ചെയ്യുന്നു. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നമുക്കറിയാം, ഐസിൽ നമ്മൾ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കറിയുപ്പ് ചേർക്കുകയാണ് എങ്കിൽ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ത് സംഭവിക്കും? മെൽറ്റിംഗ് പോയിന്റ് കുറയുകയാണ് ചെയ്യുന്നത്. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ എന്താണ് ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? സാധാരണ മർദ്ദത്തിൽ ഖരവസ്തുവിനെ ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു ഖരവസ്തുവിനെ എന്ത് ചെയ്യുന്നു? ലിക്വിഡ് ഫോമിലോട്ട് മാറ്റുന്ന ആ ഒരു താപനില, ഐസ് വാട്ടർ ആകുന്ന ആ ഒരു ടെമ്പറേച്ചർ, അതാണ് ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഖരാവസ്ഥയിലുള്ള ജലത്തിന്റെ അല്ലെങ്കിൽ ഐസിന്റെ ഊഷ്മാവ് 0 ഡിഗ്രിനേക്കാൾ എന്തായിരിക്കും? താഴെയായിരിക്കും. ഖരാവസ്ഥയിലുള്ള വാട്ടർ എന്ന് പറയുമ്പോൾ അത് ഐസ് ആണ് അല്ലെ. ഐസിന്റെ ഊഷ്മാവ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കും. ഐസിനെ അപേക്ഷിച്ച് കറിയുപ്പിന്റെ ഊഷ്മാവ് കൂടുതലായതിനാൽ കറിയുപ്പ് ഐസിലേക്ക് ചേർക്കുമ്പോൾ ഐസ് കൂടുതലായിട്ട് താപത്തെ വലിച്ചെടുക്കുകയും ഊഷ്മാവ് 0 ഡിഗ്രിയിലേക്ക് വേഗം എത്തിച്ചേരുകയും ഐസ് ഉരുകുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ദ്രവണാങ്കം എന്തായിരിക്കും? ദ്രവണാങ്കം കുറയുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു ഫാക്ടിലേക്ക് പോകാം. SCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു ഫാക്ട് ആണ്. ഐസ് ഉരുകുന്ന ഊഷ്മാവ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഒരു ബോക്സിനകത്ത് നമ്മൾ പഠിച്ചതാണ്. ഐസ് ഉരുകുന്ന ഊഷ്മാവ്, അതേപോലെ തന്നെ ശരീരത്തിന്റെ ഊഷ്മാവ്, അത് സെൽഷ്യസിനകത്ത്, ഫാരൻഹീറ്റിനകത്ത്, കെൽവിനകത്ത് എത്ര വരും? ജലത്തിന്റെ താപനില അല്ലെങ്കിൽ തിളനില എത്രയാണ്? ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത. എന്നാലും ഇവിടെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയാണ്, ഐസ് ഉരുകുന്ന ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ഐസ് ഉരുകുന്നത്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എത്ര ഫാരൻഹീറ്റ് ആണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇനി ജലം ഐസ് ആകുന്ന താപനില അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം ഐസ് ആകുന്ന താപനിലയാണ്. തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം ഐസ് ആകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ്. ഇനി ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് നമ്മളിപ്പം പറഞ്ഞു, ജലം തിളയ്ക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്ര ഫാരൻഹീറ്റ് ആണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓർത്തിരുന്നോണേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്ത ഒരു ചോദ്യം: ഒരു ചില്ല് പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ കാരണം? ഓപ്ഷൻ എ ചില്ല് പാത്രത്തിന്റെ താപചാലകത കുറവായതിനാൽ, ഓപ്ഷൻ ബി ചില്ല് പാത്രത്തിന്റെ താപചാലകത കൂടുതലായതിനാൽ, ഓപ്ഷൻ സി ചില്ല് പാത്രത്തിന്റെ ആപേക്ഷിക താപം കുറവായതിനാൽ, ഓപ്ഷൻ ഡി ചില്ല് പാത്രത്തിന്റെ സാന്ദ്രത പെട്ടെന്ന് കൂടുന്നത് കൊണ്ട്. ഇതിൽ ഏതാണ്? ഒരു ചില്ല് പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ കാരണം എന്താണ്? ഇത് മറ്റൊരു രീതിയിലും ഒരു ചോദ്യം വരാം. നമ്മൾ ഒട്ടിപ്പോയ 2 സ്ഫടിക പാത്രങ്ങള് വേർതിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. അങ്ങനെ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇത് നമുക്ക് വേർതിരിച്ച് കിട്ടും, അല്ലെങ്കിൽ അത് 2 ആയിട്ട് കിട്ടും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ചൂടുവെള്ളത്തിൽ നിന്ന്
താപം സ്വീകരിച്ച് ഈ ഗ്ലാസുകൾ എന്ത് ചെയ്യും? വികസിക്കും. ചൂടുവെള്ളത്തിൽ നിന്ന് ആ ഒരു താപം ഗ്ലാസ് സ്വീകരിച്ച് ഗ്ലാസ് വികസിക്കും. ഇങ്ങനെ വികസിച്ചു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? രണ്ടായിട്ട് മാറും. അപ്പൊ അതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇതിന്റെ കൂടെ ഓർത്തിരിക്കുക. അപ്പം ഒരു ചില്ല് പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ കാരണം എന്താണ്? ചില്ല് പാത്രത്തിന്റെ താപചാലകത കുറവായതിനാലാണ്. ചില്ല് പാത്രത്തിന്റെ താപചാലകത കുറവായതിനാലാണ് ഒരു ചില്ല് പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നത് എന്ന് ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ ഒട്ടിപ്പോയ രണ്ട് സ്ഫടിക ഗ്ലാസുകൾ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി ചൂടുവെള്ളം ഒഴിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചൂടുവെള്ളത്തിൽ നിന്ന് താപം സ്വീകരിച്ച് അവ വികസിക്കുകയും രണ്ടായിട്ട് മാറുകയും ചെയ്യുന്നു. അതും ഇതിന്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യം കേട്ടോ. അപ്പം ഒരു ഗ്ലാസ് ടംബ്ലറിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുകയാണെന്ന് വെച്ചോ. അങ്ങനെ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളവുമായി സമ്പർക്കത്തിൽ വരുന്ന ഗ്ലാസിന്റെ ഉപരിതലം അല്ലെങ്കിൽ ആന്തരിക പാളി എന്ത് ചെയ്യും? പെട്ടെന്ന് വികസിക്കും. ഇങ്ങനെ വികസിക്കുമ്പോൾ ഗ്ലാസ് കുചാലകങ്ങൾ ആയതിനാൽ പുറം പാളി പെട്ടെന്ന് ചൂട് അനുഭവപ്പെടുകയോ വികസിക്കുകയോ ചെയ്യുന്നില്ല. അകത്തെ പാളി പുറം പാളിയേക്കാൾ കൂടുതൽ വികസിക്കുകയും അത് ഈ ഒരു വിള്ളലിന് കാരണമാവുകയും ചെയ്യും. അപ്പൊ ആന്തരിക പാളി പെട്ടെന്ന് വികസിക്കും. അങ്ങനെയാണ് ഈ ഒരു ചില്ല് പാത്രം പൊട്ടാനുള്ള സാധ്യത. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങള്? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒരു SCERT ഫാക്ടിലേക്ക് പോകാം. SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ള ഫാക്ട് ആണ് എന്താണ് താപീയ വികാസം. നമ്മളിപ്പോ പറഞ്ഞു എന്ത് ചെയ്യുന്നു? ചില്ലുപാത്രം ഒഴിക്കുമ്പോൾ അത് താപം സ്വീകരിച്ച് വികസിക്കുന്നു. അതാണ് താപീയ വികാസം. ചൂടാകുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസമാണ് താപീയ വികാസം എന്ന് പറയുന്നത്. താപം മൂലം വികസിക്കുന്നു. ഓർത്താ മതി അങ്ങനെ. അപ്പൊ താപീയ വികാസം എന്താ? ചൂടാക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസമാണ് താപീയ വികാസം എന്ന് പറയുന്നത്. ഇനി അത് 3 തരത്തിലുണ്ട്. ഖരവസ്തുക്കളിലുണ്ട്, ദ്രാവകാവസ്ഥകളിലുണ്ട്, വാതകാവസ്ഥകളിലുണ്ട്. ഖരവസ്തുക്കളുടെ താപീയ വികാസം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കും. തണുക്കുമ്പോൾ അത് എന്ത് ചെയ്യും? അത് സങ്കോചിക്കുകയും ചെയ്യും. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുകയും തണുക്കുമ്പോൾ അത് സങ്കോചിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഖരവസ്തുക്കളുടെ താപീയ വികാസം. ഇനി ദ്രാവകങ്ങളുടെ താപീയ വികാസം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? അതും ഇതുപോലെ തന്നെ വികസിക്കുകയാണ് അല്ലേ? തന്മാത്രകൾ വികസിക്കും. അങ്ങനെയെങ്കിൽ തണുക്കുമ്പോൾ അത് എന്ത് ചെയ്യും? അത് സങ്കോചിക്കും. ഇനി വാതകങ്ങളിൽ എങ്ങനെയാണ്? അതും ചൂടാകുമ്പോൾ വാതകങ്ങൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യും. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മറ്റൊന്നാണ്. ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് ആരാണ്? എല്ലാം വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നതാണ്. ഖരമായാലും ദ്രാവകമായാലും വാതകമായാലും. ഇവിടുത്തെ ചോദ്യം അതല്ല. ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് ആരാണ്? നമുക്കറിയാം ഏതായിരിക്കും? വാതകങ്ങളായിരിക്കും. അപ്പം ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ആരായിരിക്കും? ഖരപദാർത്ഥങ്ങളിലായിരിക്കും. ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങളും ചൂടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ഖരപദാർത്ഥങ്ങളിലുമാണ്. ഓക്കെ ആണല്ലോ? ഖരപദാർത്ഥങ്ങളിലേക്കാളും കുറച്ചുകൂടെ താപവികാസം കൂടുതൽ ഏതിനാണ്? ദ്രാവകങ്ങൾക്കാണ്. ഏറ്റവും കൂടുതൽ ആർക്കാണ്? വാതകങ്ങൾക്കാണ് എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ താപീയ വികാസത്തിന് ഉദാഹരണം എന്താണ്? നമ്മൾ പറഞ്ഞു താപീയ വികാസം എന്ന് പറഞ്ഞാൽ വസ്തുക്കൾക്ക് താപം ലഭിക്കുമ്പോൾ അത് വികസിക്കുന്നു. അതാണ് താപീയ വികാസം. താപീയ വികാസം എന്ന് പറയുന്നതിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തെർമോമീറ്റർ ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ അതിലെ മെർക്കുറി എന്ത് ചെയ്യും? ഉയരും അല്ലെ? അവിടെ താപീയ വികാസം സംഭവിക്കുകയാണ്. അതേപോലെ തന്നെ ഭാഗികമായി ഊതി വീർപ്പിച്ച ഒരു ബലൂണ് നമ്മൾ ചൂടുള്ള ഒരു മുറിയിൽ വെക്കുമ്പോൾ അത് വികസിച്ച് കൂടുതൽ വലുപ്പത്തിലാവും അല്ലെ? അപ്പൊ അതും എന്തിനുദാഹരണമാണ്? താപീയ വികാസത്തിന് ഉദാഹരണമാണ്. വാതകങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വികസിക്കുന്നത് അല്ലെങ്കിൽ താപം സ്വീകരിക്കുന്നത് ആരാണ്? താപീയ വികാസം സംഭവിക്കുന്നത് ഏതിലാണ്? വാതകങ്ങളിലാണ്. നമ്മൾ മുമ്പേ പഠിച്ചിരുന്നു. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ആ 2 ഉദാഹരണം ഒന്ന് ഓർത്ത് നോക്കണേ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, അവസ്ഥാമാറ്റം സംഭവിക്കുന്നതിന് യൂണിറ്റ് മാസ് ഉള്ള പദാർത്ഥത്തിന് ആവശ്യമായ താപത്തെ എന്ന് പറയുന്നു. അവസ്ഥാമാറ്റം സംഭവിക്കുന്നതിന് യൂണിറ്റ് മാസ് ഉള്ള പദാർത്ഥത്തിന് ആവശ്യമായ താപത്തെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ തിളനില, ഓപ്ഷൻ ബി ദ്രവണാങ്കം,
ഓപ്ഷൻ സി താപധാരിത. എന്താണ് താപധാരിത എന്ന് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി ആണ് കേട്ടോ. താപധാരിത എന്ന് പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി ആണ്. അടുത്തത് ലീനതാപം. ലീനതാപം എന്ന് പറയുന്നത് എന്താണ്? ലേറ്റന്റ് ഹീറ്റ് ആണ്. ലേറ്റന്റ് ഹീറ്റ് ആണ് ലീനതാപം. അപ്പം ഇതിൽ ഏതാണ് അവസ്ഥാമാറ്റം സംഭവിക്കുന്നതിന് യൂണിറ്റ് മാസ് ഉള്ള പദാർത്ഥത്തിന് ആവശ്യമായ താപത്തെ എന്ത് പറയുന്നു? ഡാഷ് എന്ന് പറയുന്നു. എങ്ങനെയാണ് പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ലീനതാപമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ എന്താണ് ലീനതാപം എന്ന് പറയുന്നത്? അവസ്ഥാമാറ്റം സംഭവിക്കുന്നതിന് യൂണിറ്റ് മാസ് ഉള്ള പദാർത്ഥത്തിന് ആവശ്യമായ താപത്തെയാണ് ലീനതാപം എന്ന് പറയുന്നത്. അവസ്ഥാമാറ്റം സംഭവിക്കുന്നതിന് യൂണിറ്റ് മാസ് ഉള്ള പദാർത്ഥത്തെ പറയുന്ന പേരാണ്, യൂണിറ്റ് മാസ് ആവശ്യമുള്ള പദാർത്ഥത്തിന് ആവശ്യമായ താപത്തെ പറയുന്നതാണ് ലീനതാപം. ഒരവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റം നടക്കുമ്പോൾ ഊഷ്മാവിൽ വർധന ഇല്ലാതെ സ്വീകരിക്കുന്ന താപമാണ് ലീനതാപം. ക്ലിയർ ആയോ? ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റം നടക്കുമ്പോൾ ഊഷ്മാവിൽ വർധനയില്ലാതെ സ്വീകരിക്കുന്ന താപത്തെയാണ് ലീനതാപം അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നുണ്ട് ദ്രവീകരണ ലീനതാപം അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. എന്താണ് ദ്രവീകരണ ലീനതാപം അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്? 1 കിലോഗ്രാം ഖരവസ്തു അതിന്റെ ദ്രവണാങ്കത്തിൽ വെച്ച് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായും ദ്രാവകമാകാൻ കഴിയുന്ന അല്ലെങ്കിൽ ദ്രാവകമാകാൻ വേണ്ടി അത് സ്വീകരിക്കുന്ന താപത്തിന്റെ അളവാണ് ദ്രവീകരണ ലീനതാപം. ആ പേരിനകത്ത് തന്നെ ഉണ്ട്. 1 കിലോഗ്രാം ഖരവസ്തു, സോളിഡ് ആയിട്ടുള്ള ഒരു വസ്തു അതിന്റെ ദ്രവണാങ്കത്തിൽ, അതിന്റെ മെൽറ്റിംഗ് പോയിന്റിൽ വെച്ച് താപനിലയിൽ വ്യത്യാസം ഇല്ലാതെ പൂർണ്ണമായിട്ടും ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറാൻ വേണ്ടി അത് സ്വീകരിക്കുന്ന താപത്തെ പറയുന്നതാണ് ദ്രവീകരണ ലീനതാപം അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇനി 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിന്റെ ദ്രവീകരണ ലീനതാപം ചോദിച്ചിട്ടുണ്ട്. അത് എത്രയാണ്? 80 കെൽവിൻ കലോറി കിലോഗ്രാം ആണ് എന്ന് ഓർത്തിരിക്കുക. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിന്റെ ദ്രവീകരണ ലീനതാപം എത്രയാണ്? 80 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഐസിന്റെ ഉയർന്ന ദ്രവീകരണ ലീനതാപം പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഐസ് ലിക്വിഡ് ആയിട്ട് മാറാണ്, വാട്ടർ ആയിട്ട് മാറുകയാണ്. എന്തിന്? അതിന്റെ താപത്തിൽ വ്യത്യാസം ഒന്നുമില്ലാതെ. അതാണ് ദ്രവീകരണ ലീനതാപം എന്ന് പറയുന്നത്. അപ്പം എവിടെയാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത്? മഞ്ഞുമലകൾ മുഴുവനായി ഒരുമിച്ച് ഉരുകി ജലമായി മാറുന്നില്ല അല്ലെ? പെട്ടെന്ന് അതിന് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉരുകിപ്പോവും. എന്നാൽ അവിടെ അത് വേറൊരു താപത്തെ സ്വീകരിക്കാത്തത് കൊണ്ട് മഞ്ഞുമലകൾ മുഴുവനായി ഒരുമിച്ച് ഉരുകി ജലമായി മാറുന്നില്ല. 2, ഐസ്ക്രീം പെട്ടെന്ന് ഉരുകി പോകുന്നില്ല അല്ലെ? അതും എന്തിനുദാഹരണമാണ്? ഐസിന്റെ ഉയർന്ന ദ്രവീകരണ ലീനതാപം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭമാണ്. മറ്റൊന്നാണ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ജലം കുടിക്കുമ്പോൾ തോന്നുന്നതിനേക്കാൾ തണുപ്പ് നമുക്ക് എപ്പോൾ തോന്നും? ഒരു ഐസ് കട്ട വായിലിട്ട് കഴിക്കുമ്പം തോന്നും. അതും ഇതിന്റെ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭമാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകാനുള്ള കാരണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകുന്നതിന് കാരണം എന്താണ്? ഓപ്ഷൻ എ താപനില, ഓപ്ഷൻ ബി താപധാരിത, ഓപ്ഷൻ സി ലീനതാപം, ഓപ്ഷൻ ഡി ദ്രവണാങ്കം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏതാണ്? ഓപ്ഷൻ സി ലീനതാപമാണ്. തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകാൻ കാരണം എന്താണ്? ലീനതാപമാണ് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപപ്രേഷണം ഏത്? വിസിരണം, വികിരണം, സംവഹനം, ചാലനം. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപപ്രേഷണം 2023 ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി സംവഹനമാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? താപപ്രേഷണം എന്താണെന്ന് അറിയണം, സംവഹനം എന്താണെന്ന് അറിയണം, ചാലനം എന്താണെന്ന് അറിയണം, വിസരണം എന്താണെന്ന് അറിയണം അല്ലെ? ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കി, എന്താണ് താപപ്രേഷണം എന്ന് പറയുന്നത്? SCRT ഫാക്ടിനകത്ത് കൊടുത്തിട്ടുള്ളതാണ്. എന്താണ് താപപ്രേഷണം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്? താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തിലേക്ക് പ്രവഹിക്കുന്നതാണ് എന്ത്? താപപ്രേഷണം എന്ന് പറയുന്നത്. മറന്നുപോവല്ലേ? താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
താപപ്രേഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ താപപ്രേഷണം നടക്കുന്ന 3 രീതികളാണ്. ഒന്ന് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ, 2 സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ, 3 വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ. താപം പ്രേഷണം നടക്കുന്ന 3 രീതികൾ ചോദിച്ചു കഴിഞ്ഞാൽ ചാലനം, സംവഹനം, വികിരണം. അതിനകത്ത് വികിരണം ഇമ്പോർട്ടന്റ് ആണ്. 2022, 2023, 2024 റിപ്പീറ്റഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. LGS പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി LGS ചോദിച്ചിട്ടുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂവിൽ ചോദിച്ചിട്ടുണ്ട്, പ്രോജക്ട് അസിസ്റ്റന്റ്, അങ്ങനെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് റിപ്പീറ്റഡ് വന്ന് ചോദിച്ചതുമാണ് വികിരണത്തിൽ നിന്നുള്ളത്. അപ്പൊ വികിരണം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളുക. അപ്പം താപപ്രേഷണം നടക്കുന്ന 3 രീതികളുണ്ട്: ചാലനം, സംവഹനം, വികിരണം. ചാലനവും സംവഹനത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ചാലനം എന്താണ് ചാലനം? ലോഹ കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണെന്ത്? ചാലനം എന്ന് പറയുന്നത്. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ചാലനം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മളിപ്പോ ഒരു ലോഹക്കമ്പിയില് ഒരിടത്ത് നമ്മൾ താപം കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ള തന്മാത്രകള് താപം സ്വീകരിച്ചുകൊണ്ട് അതിന്റെ അപ്പുറത്തുള്ള അല്ലെങ്കിൽ അടുത്ത തന്മാത്രകളിലേക്ക് താപം കൊടുക്കുന്നു. ഇതിനെയാണ് ചാലനം എന്ന് പറയുന്നത്. ഖരവസ്തുക്കളിലാണ് ഇങ്ങനെ ചാലനം നടക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ചാലനം നിങ്ങൾക്ക് ക്ലിയർ ആയി. എന്താണ് ചാലനം എന്ന് നമ്മൾ പഠിച്ചു. ഇനി ചാലനം വഴി 2 തരത്തിലാണ് താപം പ്രേഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ താപം കൊടുക്കുന്നത്. എങ്ങനെയാണ് താപം കടത്തിവിടുന്നത്? ചാലനം വഴി നന്നായി താപം കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് സുചാലകങ്ങൾ അല്ലെങ്കിൽ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഗുഡ് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ഓർത്തിരിക്കുക. ലോഹങ്ങള്, സ്വർണം, വെള്ളി എന്നിവയെല്ലാം ഗുഡ് കണ്ടക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ സുചാലകങ്ങളാണ്. അപ്പോൾ എന്താണ് കുചാലകങ്ങൾ? ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കൾ. ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കളെയാണ് കുചാലകങ്ങൾ അല്ലെങ്കിൽ പുവർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? നന്നായിട്ട് താപത്തെ കടത്തിവിടാത്തത് ഏതാണ്? തടി, പേപ്പർ, ബേക്കലൈറ്റ്, ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക് എന്നിവയെല്ലാം എന്തിനുദാഹരണമാണ്? കുചാലകങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ സുചാലകങ്ങളും പഠിച്ചു, കുചാലകങ്ങളും പഠിച്ചു. ഗുഡ് കണ്ടക്ടേഴ്സും പുവർ കണ്ടക്ടേഴ്സും. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ ചാലനം നമ്മൾ പഠിച്ചല്ലോ. എന്താണ് സംവഹനം? ചാലനം നമ്മൾ കഴിഞ്ഞു. എന്തായിരുന്നു? ഒരു ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് നമ്മൾ ഒരു താപം കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തന്മാത്ര താപം സ്വീകരിച്ച് അടുത്ത തന്മാത്രയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ചാലനം 2 രീതിയിലാണ് നടക്കുന്നത്: സുചാലകം, കുചാലകം. ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് സംവഹനം. പഠിച്ചു പൊയ്ക്കോളൂ. സംവഹനം എന്താണ്? സംവഹനം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. ഇത് ഇങ്ങനെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ട് ഇത് ഏത് രീതിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? സംവഹനമാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം അതാണ് ഓർത്തിരിക്കേണ്ടത്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം. അപ്പൊ സംവഹനം നടക്കുന്ന എവിടെയാണ്? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും. ചാലനം നടക്കുന്ന എവിടെയാണ്? ഖരവസ്തുക്കളിലാണ്. ഇനി ഇതും ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യം ചർച്ച ചെയ്തതാണ്. കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകുമ്പോൾ താപപ്രേഷണം നടക്കുന്ന രീതി. കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകുമ്പോൾ താപപ്രേഷണം നടക്കുന്ന രീതി ഏതാണ്? അത് സംവഹനമാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ ആണേ? അപ്പൊ സംവഹനം കണ്ടോ? കൺവെക്ഷൻ എന്താണ്? വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയാണ് കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് പറയുന്നത്. ഇനി കടൽക്കാറ്റും കരക്കാറ്റും ക്ലിയർ ആയിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്? ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലാണ്. അതുപോലെ തന്നെ കരയോട് തൊട്ടു മുകളിലുള്ള വായു ചൂടുപിടിക്കുന്നു.
ഈ വായു വികസിച്ച് മുകളിലേക്ക് പോകുന്നു. കരയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കടലിനു മുകളിലുള്ള വായു എങ്ങനെയാണ്? തണുത്തതാണ്. കരയിൽ ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകുമ്പോൾ കടലിന് മുകളിലെ തണുത്ത വായു ഈ സ്ഥലത്തിലേക്ക് വരുന്നു. ഇങ്ങനെയാണ് കടൽ കാറ്റ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കരക്കാറ്റും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിവിടെ റിവിഷൻ ക്ലാസ് കൊണ്ടാണ് പൂർണ്ണമായിട്ടും ഒരുപാട് നേരം ഡിസ്കസ് ചെയ്യാതെ പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കരക്കാറ്റ് എന്താണ്? കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു. അതിനാൽ കടലിന് മുകളിലുള്ള വായുവിന് താരതമ്യേന ചൂട് കൂടുതലാണ്. അതിനാൽ കടലിന് മുകളിലെ വായുവാകും കൂടുതൽ വികസിക്കുക. അപ്പോൾ കരയുടെ മുകളിലുള്ള തണുത്ത വായുവിലേക്ക് കടലിലേക്ക് പ്രവഹിക്കുകയും ഇത് കരക്കാറ്റിന് കാരണമാവുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? കടൽക്കാറ്റും കരക്കാറ്റും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എന്താണ് കടൽക്കാറ്റ് എന്ന് ചോദിച്ചാൽ പകല് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? രാത്രി കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് എന്തെന്ന് പറയുന്നത്? കരക്കാറ്റ് എന്ന് പറയുന്നത്. കടൽക്കാറ്റ് എന്താണ്? പകല് കടലിൽ നിന്ന് കരയിലേക്ക്. ആ പേരിനകത്തുണ്ട് കാറ്റിന്റെ നമ്മൾ ദിശ വെച്ചുകൊണ്ടാണ് കാറ്റിന് പേരിടുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം കടൽക്കാറ്റ് എന്താണ്? കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണ്. കരക്കാറ്റ് എന്താണ്? കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. അപ്പം താപീയ പ്രേഷണം, താപീയ വികാസം ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. കരക്കാറ്റും കടൽക്കാറ്റും സംഭവിക്കുന്നത് ഏത് താപപ്രേഷണം വഴിയാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സംവഹനമാണ്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേര് അതാണ്, സംവഹനം. കരക്കാറ്റ് കടൽക്കാറ്റ് വന്നാൽ സംവഹനം ഓർത്തിരിക്കാം. കൺവെക്ഷൻ. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒരു പ്രസ്താവന ചോദ്യം അല്ലെ. ഒന്ന്, മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ താപ പ്രേഷണം ചെയ്യപ്പെടുന്നു. ഓപ്ഷൻ 3, തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ഓപ്ഷൻ 4, ഇൻക്യുബേറ്റർ മുട്ട വിരിയുന്നത് വികിരണത്തിന് ഉദാഹരണമാണ്. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? നോക്കേ, തന്മാത്രകളുടെ യഥാർത്ഥ മാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതി നമ്മൾ മുമ്പ് പഠിച്ചു. അപ്പൊ എന്തല്ല? 3 അല്ല. രണ്ടാമത് നോക്കി, തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണോ? അല്ല. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത്? വികിരണം. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2022, 2023, 2024 മിക്കവാറും ഉള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും റിപ്പീറ്റ് ആയിട്ട് വന്ന ചോദ്യം. 2023 തന്നെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് റിപ്പീറ്റ് വന്ന ചോദ്യമാണ് മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി താഴെ പറയുന്നവയിൽ ഏതാണ്? അങ്ങനെയാണ് ആ ചോദ്യം. ഇത് പല രീതിയിൽ വന്നതേ ഉള്ളൂ. ഉത്തരം ഏതാണ്? വികിരണമാണ്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളുക. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? വികിരണമാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? സംവഹനമാണ്. അങ്ങനെയെങ്കിൽ ഖരപദാർത്ഥങ്ങളിൽ എങ്ങനെയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി? അതേതാണ്? നമ്മൾ ആദ്യം പഠിച്ചു, ചാലനമാണ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? സംവഹനമാണ്. അങ്ങനെയെങ്കിൽ മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? വികിരണമാണ്. വികിരണം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി വികിരണമാണ്. മറന്നു പോവരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് ഉദാഹരണമാണ് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത്. വികിരണത്തിന് ഉദാഹരണമാണ്. അവിടെ ഒരു മാധ്യമമുണ്ടോ? ഇല്ല. അപ്പൊ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? വികിരണത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പൊ വികിരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. വികിരണത്തിൻ വഴി ദിശയിലേക്ക്, എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. സൂര്യന്റെ താപം ഭൂമിയിലേക്ക് എത്തുന്നു. ഒരു ബൾബ് നമ്മൾ ഓൺ ആക്കുന്നു. അപ്പൊ ആ ബൾബിന്റെ താപനം എന്ത് ചെയ്യുന്നു? നമ്മളിലേക്ക് എത്തുന്നുണ്ട് അല്ലെ? ആ റൂമിലേക്ക് എത്തുന്നുണ്ട്. അതൊക്കെ ഒരു മാധ്യമം വഴിയാണോ? അല്ല. അപ്പൊ അതൊക്കെ എന്തിന്റെ ഉദാഹരണമാണ്? വികിരണത്തിന് ഉദാഹരണമാണ്. അപ്പൊ സൂര്യന്റെ താപം ഭൂമിയിൽ എത്തുന്നത് വികിരണം വഴിയാണ്. ഇരുണ്ടതോ പരുപരുത്തതോ ആയ പ്രതലങ്ങളിലേക്ക്, വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ
കൂടുതൽ പ്രതിപദിപ്പിക്കും. അപ്പൊ ഇതെല്ലാം ഓർത്തിരിക്കുക. സൂര്യന്റെ താപം ഭൂമിയിലേക്ക് എത്തുന്നത് എന്തിന് ഉദാഹരണമാണ്? വികിരണമാണ്. അന്നേരം തന്നെ ആലോചിച്ചു, അതിനൊരു മാധ്യമം ആവശ്യമുണ്ടോ? ഇല്ല. ആ താപം ഭൂമിയിലേക്ക് എത്താൻ ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ആ മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത്? വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ. ക്ലിയർ ആയല്ലോ വികിരണം? അങ്ങനെയെങ്കിൽ വികിരണം വഴി താപം പ്രസരണം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം. അല്ലെ, നമുക്കറിയാം തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുക്കുന്നു. അതിന്റെ കാരണം എന്താണ്? വികിരണമാണ്. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞു. അടുത്ത, ഇൻക്യുബേറ്റർ മുട്ട വിരിയിക്കുന്നത്. അതേപോലെ തന്നെ തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കും. അപ്പൊ നമ്മുടെ ഇടയിൽ ഒരു തീക്കും നമുക്കും ഇടയിൽ എന്തില്ല? ഒരു മാധ്യമമില്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? താപം ലഭിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? വികിരണം വഴിയാണ്. വികിരണം വഴി താപം പ്രസരണം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളാണിത്. ഓർത്തിരിക്കാം. തെളിഞ്ഞ രാത്രിയേക്കാൾ മേഘാവൃതമായ രാത്രിയേക്കാൾ തെളിഞ്ഞ രാത്രിയിൽ തണുത്തിരിക്കാൻ കാരണം, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി ബൾബിൽ നിന്ന് താപം താഴേക്ക് വരാൻ കാരണം, ഇൻക്യുബേറ്റർ വഴി മുട്ട വിരിയിക്കുന്നത്, തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്നത്, സൂര്യന്റെ താപം നമുക്ക് ലഭിക്കുന്നത് എല്ലാം എന്തിന് ഉദാഹരണമാണ്? വികിരണത്തിന് ഉദാഹരണമാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവാണ് ഡാഷ്. യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവ്. ഓപ്ഷൻ എ, വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓപ്ഷൻ ബി, താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി. ഓപ്ഷൻ സി, ജ്വലന പരിധി അല്ലെങ്കിൽ റേഞ്ച് ഓഫ് ഫ്ലെയിമബിലിറ്റി. ഓപ്ഷൻ ഡി, ജ്വലനോഷ്മാവ് അല്ലെങ്കിൽ ഇഗ്നിഷൻ ടെമ്പറേച്ചർ. യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവിനെ പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ ആണ് വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു എന്താണ് താപധാരിത എന്ന് പഠിച്ചു. അപ്പോൾ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിന്റെ, സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് എങ്ങനെ ഉയർത്താണ്? 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവ്. ഓർത്താൽ മതി, സ്പെസിഫിക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്പെസിഫിക് ആയിരിക്കും. അപ്പൊ ഒരു യൂണിറ്റ് ആയിരിക്കും. ഒരു യൂണിറ്റ് മാസ് ഉള്ള അല്ലെങ്കിൽ യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിന്റെ അളവാണ് എന്ത്? വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി? ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപം. മറ്റേത് നമ്മൾ പറഞ്ഞു, ഒരു യൂണിറ്റ് മാസ് ഉള്ള അല്ലെങ്കിൽ യൂണിറ്റ് മാസ് ഉള്ള ഒരു പദാർത്ഥത്തിന്റെ താപനില എന്തായിട്ടാണ്? 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്തുന്നതിന് ആവശ്യമായ താപമാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ വിശിഷ്ട താപധാരിത. ഇനി എന്താണ് താപധാരിത എന്ന് ചോദിച്ചാൽ, ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ. നമുക്കറിയാം താപനിലയുടെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. താപം അളക്കാനുള്ള യൂണിറ്റ് ആണ് ഏത്? ജൂള്. താപനിലയുടെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെൽവിൻ ആണ്. അപ്പം 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപമാണ് പദാർത്ഥത്തിന്റെ താപധാരിത. അങ്ങനെയെങ്കിൽ വിശിഷ്ട താപധാരിത നമ്മൾ പറഞ്ഞു, 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപം. 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപമാണ് വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇനി ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂൾ പെർ കെൽവിൻ ആണ്. ജൂൾ പെർ കെൽവിൻ. അതല്ല വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ജൂൾ കിലോഗ്രാം കെൽവിൻ അല്ലെങ്കിൽ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ അല്ലെങ്കിൽ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ് വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ്. ജൂൾ പെർ കെൽവിൻ ആണ് എന്തിന്റെ? താപധാരിതയുടെ അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ്. ഇനി 15 ഡിഗ്രി സെൽഷ്യസിലുള്ള ജലത്തിന്റെ വിശിഷ്ട താപധാരിത എത്ര ആണെന്ന് ചോദിച്ചാൽ അത് 1 കലോറി പെർ ഗ്രാം സെൽഷ്യസ് ആണ്. 15 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള ജലത്തിന്റെ വിശിഷ്ട താപനില 1 കലോറി പെർ ഗ്രാം സെൽഷ്യസ് ആണ് എന്ന് ഓർത്തിരിക്കാം. അടുത്ത, ജലത്തിന്റെ വിശിഷ്ട താപനില ഏറ്റവും കുറവ് കാണിക്കുന്ന താപനില.
ജലത്തിന്റെ വിശിഷ്ട താപധാരിത ഏറ്റവും കുറവ് കാണിക്കുന്ന താപനില ഏതാണ്? 37°C ആണ്. അതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വികിരണം, സംവഹനം, ചാലനം ഒക്കെ എന്താണെന്നൊന്ന് ഓർത്തിരിക്കുക. മാധ്യമത്തിന്റെ കൈമാറ്റമില്ലാതെ ഒരു വസ്തു താപപ്രേഷണം ചെയ്യുന്ന രീതി ഏതാണ്? വികിരണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഒന്ന് ഓർത്തിരുന്നോളാം കേട്ടോ. ഇനി അടുത്തത് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജലമാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലം. ഏറ്റവും കൂടിയ ലോഹം, വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? ജലം. മൂലകം ഏതാണ്? അത് ഹൈഡ്രജൻ. ഇനി വിശിഷ്ട താപധാരിത നമുക്ക് എങ്ങനെ കണ്ടെത്താം? വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് സി ആണ്. അല്ല, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സി എന്ന ലെറ്ററിലാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ കണ്ടെത്താം? നൽകിയ താപത്തിന്റെ അളവ്, Q എന്ന് എടുക്കുകയാണ്. നൽകിയ താപത്തിന്റെ അളവ് ഡിവൈഡഡ് ബൈ മാസ്, പിണ്ഡം ഇൻറ്റു താപനിലയിലെ വർധനവ്. അത് നമ്മൾ തീറ്റയായിട്ട് എടുക്കുകയാണ്. അപ്പൊ Q/m ഇൻറ്റു തീറ്റയാണ് വിശിഷ്ട താപധാരിത കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഓക്കെ, അടുത്തത് പദാർത്ഥവും അതിന്റെ വിശിഷ്ട താപധാരിതയും ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. അതിന്റെ യൂണിറ്റ് നമുക്കറിയാം, ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് ആണ്. ജലത്തിനാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു. എത്രയാണ്? 4200 ആണ്. അതേപോലെ കടൽ ജലം, ഐസ്, വെളിച്ചെണ്ണ, ഗ്ലാസ്, ഇരുമ്പ്, ചെമ്പ്, നീരാവി, ഇതെല്ലാം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇതെല്ലാം ഒന്ന് ഓർത്തിരുന്നോണേ, ഒന്ന് നോക്കി വെച്ചോ. ഓക്കെ, അടുത്ത ചോദ്യം അടുത്തതാണ്. എന്താണ് ജ്വലന താപനില? നമ്മൾ അത് പഠിച്ചപ്പോൾ ജ്വലന താപനില എന്ന് പറഞ്ഞായിരുന്നു അല്ലെ ആ ഓപ്ഷൻസിനകത്ത്. എന്താണ് ജ്വലന താപനില? ഒരു പദാർത്ഥത്തിന് ജ്വലിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ജ്വലന താപനില. ഒരു പദാർത്ഥത്തിന് ജ്വലിക്കാൻ ആവശ്യമായ താപനിലയാണ് ജ്വലന താപനില. ഏതെങ്കിലും ഒരു ബാഹ്യ ജ്വലന ഉറവിടത്തിന്റെ സഹായമില്ലാതെ ഒരു അസ്ഥിരമായ പദാർത്ഥം ഒരു സാധാരണ അന്തരീക്ഷത്തിൽ സ്വയം ജ്വലിക്കുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ജ്വലന താപനില. അപ്പൊ ജ്വലന താപനില ഒരു പദാർത്ഥത്തിന് ജ്വലിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ജ്വലന താപനില. ഇനി ജ്വലന താപനില കുറവുള്ള പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പെട്രോള്, LPG, ആൽക്കഹോൾ എന്നിവയാണ്. പെട്രോൾ, LPG, ആൽക്കഹോൾ, അതൊന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. അടുത്തതാണ് ഇന്ധനവും രാസവസ്തുവും. ഇന്ധനം അല്ലെങ്കിൽ രാസവസ്തുവും അതിന്റെ ജ്വലന താപനിലയും ഡിഗ്രി സെൽഷ്യസിലാണ് കൊടുത്തിരിക്കുന്നത്. എഥനോള് 363°C ആണ്. വൈറ്റ് ഗ്യാസ് 215. അതേപോലെ പെട്രോള്, ഡീസൽ, ജെറ്റ് ഇന്ധനം, മണ്ണെണ്ണ, സസ്യെണ്ണയിൽ എത്രയാണ്? 424°C ജ്വലന താപനിലയാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതാണ് എന്താണ് പൈറോഫോറിക്? സ്വാഭാവിക അന്തരീക്ഷ താപനിലയിൽ ജ്വലിക്കുന്ന പദാർത്ഥങ്ങളെ അറിയപ്പെടുന്ന പേരാണ് പൈറോഫോറിക്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരാം, സ്വാഭാവിക അന്തരീക്ഷ താപനിലയിൽ ജ്വലിക്കുന്ന പദാർത്ഥങ്ങളെ അറിയപ്പെടുന്ന പേര് എന്താ? പൈറോഫോറിക് എന്നാണ്. ജ്വലന താപനിലയുടെ മറ്റു പേരുകളാണ് ഓട്ടോ ഇഗ്നീഷൻ താപനില, കിൻലിംഗ് പോയിന്റ്. അപ്പൊ കിൻലിംഗ് പോയിന്റ് ഒക്കെ ഓപ്ഷൻസിനകത്ത് വന്ന് അറിയാതിരിക്കില്ല. അതെന്താണ്? ജ്വലന താപനിലയാണ്. ജ്വലന താപനില. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം. നമുക്കല്ലാതെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്ന ഒരു ചോദ്യമാണ്. മുറികളില് സീലിംഗിനോട് ചേർന്ന് എയർ ഹോളുകൾ നിർമ്മിക്കുന്നതിന് കാരണം എന്താണ്? റൂമുകളില് സീലിംഗിനോട് ചേർന്ന് നമുക്ക് എന്തുണ്ട്? എയർ ഹോളുകളുണ്ട് അല്ലെ. ഇത് നിർമ്മിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചൂട് പിടിച്ച വായു താപീയ വികാസം മൂലം എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഉയരുന്നു. അതുകൊണ്ടാണ് എയർ ഹോളുകൾ, സീലിംഗിനോടനുബന്ധിച്ച് എയർ ഹോളുകൾ നിർമ്മിക്കുന്നത്. ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മൾ വേറൊരു പഠിച്ചായിരുന്നു, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കറിയുപ്പ് ചേർക്കുന്നത് എന്ന് പഠിച്ചു. അതേപോലെ തന്നെ മറ്റൊരെണ്ണമാണ് വലിയ പാലങ്ങള് വലിയ സ്പാനുകളായി നിർമ്മിക്കുന്നതിനുള്ള കാരണം. വലിയ പാലങ്ങള് വലിയ സ്പാനുകളായി നിർമ്മിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അന്തരീക്ഷ താപനില കൂടുമ്പോൾ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഖരവസ്തുക്കൾ എന്ത് ചെയ്യും? വികസിക്കും. അതുകൊണ്ടാണ് വലിയ പാലങ്ങളെല്ലാം സ്പാനുകളായിട്ട് നിർമ്മിക്കുന്നത്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഒട്ടിപ്പോയ രണ്ട് സ്ഫടിക ഗ്ലാസുകൾ വേർതിരിക്കാൻ വേണ്ടി ചൂടുവെള്ളം ഒഴിക്കുന്നതിന്റെ കാരണം. അതെന്താണ്? ഇത് വികസിക്കും അല്ലെ. ഈ ഗ്ലാസ് എന്ത് ചെയ്യും? അന്നേരം വികസിക്കും, എന്നിട്ട് അത് വേർപെട്ട് പോകും.
അപ്പൊ ഈ 3 ആപ്ലിക്കേഷൻസും ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയോ? അപ്പം ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ് വികിരണം, ഓർത്തോണം. മാധ്യമങ്ങൾ ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. അതേപോലെ ചാലനം എന്താണ്? തന്മാത്രകൾ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ തന്മാത്രകൾ താപം കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടുള്ള താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. അത് കൂടുതലായിട്ടും എവിടെയാണ്? ഖരപദാർത്ഥങ്ങളിലാണ് ചാലനം നടക്കുന്നത്. സുജാലകങ്ങൾ, കുജാലകങ്ങൾ, ഗുഡ് കണ്ടക്ടേഴ്സ്, പുവർ കണ്ടക്ടേഴ്സ്, ഇത് രണ്ടും ഓർത്തിരിക്കുക. അതിന്റെ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. പിന്നെ നമുക്കുള്ളത് ഏതായിരുന്നു? സംവഹനം അല്ലെ? എന്താണ് കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് പറയുന്നത്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. അതിനകത്ത് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. അതിന്റെ കൂടെ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഏത്? സംവഹനം. കരക്കാറ്റ്, കടൽക്കാറ്റ് ഓർത്തിരിക്കുക, അതേതാണ്? സംവഹനമാണ്. എന്നാൽ സൂര്യന്റെ താപം നമുക്ക് ലഭിക്കുന്നത്, ബൾബിൽ നിന്ന് താപം ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത്, അതെല്ലാം എന്തിന് ഉദാഹരണമാണ്? വികിരണത്തിന് ഉദാഹരണമാണ്, റേഡിയേഷന്റെ ഉദാഹരണമാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പം സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇതിന്റെ ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ആദ്യത്തെ പാർട്ട് കാണുക. എന്നാലേ നിങ്ങൾക്ക് ആദ്യമുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, ദ്രവണാങ്കവും അതേപോലെ തന്നെ ചില്ലുപാത്രത്തിൽ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ താപീയ വികാസവും എല്ലാം മനസ്സിലാവും. അപ്പൊ ആദ്യത്തെ പാർട്ട് കാണുക, ശേഷം ഈ പാർട്ട് കാണുക. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഇതിന്റെ PDF നോട്ട്സ് നമ്മുടെ ഇൻഫ്ലുവൻസറിന്റെ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഒരു പോൾ വർക്കൗട്ട് എക്സാംസ് ഉണ്ട്. പോൾ വർക്കൗട്ട് എക്സാംസ് എല്ലാവരും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.